നമ്മൾ ഈ ഒരു ആശുപത്രി സ്റ്റാർട്ട് ചെയ്തിട്ട് 20 വർഷമാവുകയാണ്. ഈ ഒരു പശ്ചാത്തലം പലപ്പോഴും നമ്മളുടെ ചർച്ചകളിലും വീഡിയോകളിലുമെല്ലാം വന്നതുകൊണ്ട് ആണ് ഒരു ചോദ്യകർത്താവിന്റെ ഒരു സംശയം വന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം ചോദിക്കുന്നത് 20 വർഷമായി പരിചയമുള്ള അല്ലെങ്കിൽ 20 വർഷമായി സെക്ഷൽ മെഡിസിൻ ട്രീറ്റ് ചെയ്യുന്ന ഒരു പരിചയമുണ്ടല്ലോ. അപ്പോ വരുന്നൊരു രോഗിക്ക് പെട്ടെന്ന് മരുന്ന് എഴുതി കൊടുക്കാൻ കഴിയില്ലേ? ചില ആശുപത്രികളിൽ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് ഡോക്ടറും ഈ ലൈംഗിക രോഗവുമായി ബന്ധപ്പെട്ട് പല ആളുകളും ചികിത്സകരായി ഇപ്പോ കേരളത്തിലെമ്പാടും അല്ലെങ്കിൽ ഇന്ത്യയിലെമ്പാടും അത്തരത്തിലുള്ള ചികിത്സകരും ചികിത്സാലയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. എന്താണ് ഡോക്ടർ പ്രമോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അവരിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്നത്? തീർച്ചയായിട്ടും മരുന്നെഴുതി കൊടുക്കാൻ കഴിയും. കാരണം ഒരു രോഗി എനിക്ക് കഴിഞ്ഞ 6 മാസമായിട്ട് ഉദ്ധാരണമില്ല, അല്ലെങ്കിൽ 2 കൊല്ലമായിട്ട് ഉദ്ധാരണമില്ല, എനിക്കൊരു മരുന്ന് വേണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വയഗര കുറിച്ചു കൊടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം എന്ന് പറയുമ്പോൾ ഇയാളിത് കൊണ്ട് കഴിക്കെന്ന് പറഞ്ഞൊരു മരുന്ന് കുറിച്ചു കൊടുക്കാൻ വളരെ എളുപ്പമാണ്. അതാണ് പല ജനറൽ പ്രാക്ടീഷണേഴ്സും മറ്റുള്ളവരും ചെയ്യുന്നത്. കാരണം ജനറൽ പ്രാക്ടീഷണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് മുഴുവൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അവർക്ക് വളരെയധികം തിരക്ക് കാണും. ഒരു രോഗിക്ക് വേണ്ടി കുറേയേറെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധ്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ പ്രമോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു രോഗി ഒരു ഉദ്ധാരണക്കുറവായിട്ട് വന്നാൽ ആ രോഗിയെ സാധാരണഗതിക്ക് 3 ഡോക്ടേഴ്സാണ് കാണുക. ഒന്ന്, ഒരു ജനറൽ മെഡിസിന്റെ ഒരു ഡോക്ടർ ഒരു ജനറൽ പ്രാക്ടീഷണർ കണ്ടിട്ട് ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി മുഴുവൻ ഇവാലുവേറ്റ് ചെയ്യുന്നു, കാര്യങ്ങൾ അയാളുടെ കംപ്ലൈന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നു, ഒപ്പമുള്ള അനുബന്ധ മെഡിക്കൽ ഹിസ്റ്ററികളെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനുശേഷമായിരിക്കും ഞാൻ കാണുന്നത്. ഞാൻ കണ്ടിട്ട് അതിന്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റും മറ്റ് ആസ്പെക്റ്റും എല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നു. 2 കൺസൾട്ടേഷനായി. മൂന്നാമത് ആൻഡ്രോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ കണ്ട് ശാരീരിക പരിശോധനകൾ നടത്തുന്നു. ഈ റിസൾട്ടുകളെ എല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് മരുന്നുകൾ കൊടുക്കുന്നു. ഇനി ചില പ്രത്യേക ടെസ്റ്റുകൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റുകളുമായിട്ട് വീണ്ടും ഞാൻ ഒന്നുകൂടി കാണും. അപ്പോൾ 3 അല്ല 4 കൺസൾട്ടേഷൻ ആയ ഒരു പേഷ്യന്റ്. ചിലപ്പോൾ ആ ഒരു ടെസ്റ്റിന് ശേഷം ആൻഡ്രോളജിസ്റ്റ് വീണ്ടും ഒന്നുകൂടെ കണ്ടു. അപ്പൊ 4ഓ 5ഓ തവണ ഒരു രോഗിയെ ഒരു ദിവസം തന്നെ കാണുന്നു, ആ റിപ്പോർട്ടുകളെ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതാണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇതെന്തിനാന്ന് ചോദിച്ചാൽ, ഇന്ന് തന്നെ ഒരു പേഷ്യന്റ് കേരളത്തിന്റെ തെക്കേ അറ്റത്തുനിന്ന് വരികയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രശ്നം ഉദ്ധാരണക്കുറവ് തുടങ്ങിയിട്ടൊരു 4-5 വർഷമായി. പല സ്ഥലങ്ങളിൽ നിന്ന് മരുന്ന് കഴിച്ചു. എവിടെ ചെന്നാലും മരുന്ന് കിട്ടും, അത് കഴിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, കഴിക്കുമ്പോൾ തൽക്കാലം ഗുണം കിട്ടും, പിന്നീട് മരുന്ന് ഫലിക്കാത്ത അവസ്ഥയെത്തി. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് PRP എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ, പേഷ്യന്റ് തന്നെ ബ്ലഡ് എടുത്തിട്ട് പ്ലേറ്റ്ലെറ്റ് റിച്ച് ബ്ലഡ് വീണ്ടും തിരിച്ച് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അതൊരു 5-6 എണ്ണം എടുത്തിട്ട് യാതൊരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് ഷോക്ക് വേവ് തെറാപ്പി മറ്റൊരു സ്ഥലത്തുനിന്ന് കൊടുത്തു, എന്നിട്ടും ഗുണമില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഗുണമില്ല. അവസാനമാണ് തീരുമാനിച്ചത് നമ്മളുടെ അടുത്ത് വരാം. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ നമ്മൾക്ക് അവർ കൊടുത്ത പോലെ ഒരു മരുന്ന് കുടിച്ചു കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദ്യം കണ്ട ഡോക്ടർ പറഞ്ഞു, താങ്കൾ ഇത്രയും ചികിത്സകൾ എടുത്തിട്ടുള്ള ആളാണ്, പരിശോധനകളില്ലാതെ നമ്മളിവിടെ മരുന്ന് കൊടുക്കാറില്ല, നമ്മളുടെ ഒരു പോളിസി അതാണ്. പ്രത്യേകിച്ച് നമ്മൾ NABH അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൺട്രിയിലെ, രാജ്യത്തെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രോട്ടോകോൾസ്, നമുക്ക് ഓരോ അസുഖങ്ങളും ട്രീറ്റ് ചെയ്യാൻ സ്പെഷ്യൽ പ്രോട്ടോകോൾസ് ഉണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ച് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മരുന്ന് തരുള്ളൂ. അല്ലാതെ ഒരു മരുന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ആരെങ്കിലും കണ്ടോ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം എൻ്റെ അടുത്തും വന്നു, എന്നോട് ചോദിച്ചു, ഈ ടെസ്റ്റുകൾ ആവശ്യമാണോ? ഞാൻ പറഞ്ഞു ആവശ്യമാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറെ മരുന്ന് കഴിച്ചിട്ടുണ്ട്, എന്നിട്ടൊന്നും നിങ്ങൾ തൃപ്തനല്ല. അങ്ങനെ ഒരാൾക്ക് വീണ്ടും അതേ മരുന്നുകൾ അല്ലെങ്കിൽ മറ്റൊരു മരുന്ന് എഴുതി തരുന്നതിൽ യാതൊരു മീനിങ്ങും ഇല്ല. അങ്ങനെ അയാൾ എല്ലാ ടെസ്റ്റുകളും ചെയ്യാൻ തയ്യാറായി. ഈ ടെസ്റ്റുകൾക്ക് ശേഷം വീണ്ടും ഞാൻ കണ്ടപ്പോൾ ബ്ലഡ് ടെസ്റ്റില് എല്ലാ കാര്യങ്ങളും നോർമലാണ്, പെർഫെക്റ്റ്ലി നോർമൽ, ഒരു അബ്നോർമാലിറ്റി ഇല്ല. ആകെ ടെസ്റ്റോസ്റ്ററോണിന്റെ ലെവല് ഒരല്പം കുറവും, എന്നാലും വിതിൻ ദ നോർമൽ റേഞ്ചാണ്. സിഗ്നിഫിക്കൻറ്റ് ഫോൾ ഇല്ല. സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറവില്ലാത്തിടത്തോളം കാലം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ടെസ്റ്റോസ്റ്ററോൺ കൊടുത്തു കഴിഞ്ഞാൽ
നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ സ്റ്റിമുലേറ്റ് ചെയ്യായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനാവശ്യമില്ല. ഉം. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ പെനയിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെനീസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ പെർഫെക്റ്റ്ലി നോർമലാണ്, 100% നോർമലാണ്. ഒരു വീനസ് ആർട്ടീരിയൽ ഇൻസഫിഷ്യൻസി ഇല്ല, വീനസ് ഇൻസഫിഷ്യൻസി ഇല്ല, ഷുഗർ ഇല്ല, ഒരു കോംപ്ലിക്കേഷൻ ടെസ്റ്റ് വൈസ് ഇല്ല. പിന്നെന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം? അപ്പോ പറഞ്ഞു, മാനസികമായിരിക്കാം നിങ്ങളുടെ പ്രശ്നം, ശരീരത്തിനൊന്നും കാണുന്നില്ല, വൈഫിനെ കൊണ്ടുവരണം. പറഞ്ഞു, സാറേ വൈഫ് വന്നിട്ടുണ്ട്, പുറത്തിരിക്കുന്നു. പറഞ്ഞു, വിളിക്കൂ. വൈഫിനെ വിളിച്ചു. വൈഫിനെയും വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവര് തമ്മിൽ കുറെ പ്രശ്നങ്ങളുണ്ട് 5-6 വർഷമായി. വൈഫിന് ഇദ്ദേഹത്തെ സംശയമാണ്. അപ്പോൾ വൈഫ് ഒരു ഡെല്യൂഷണൽ ഡിസോർഡർ ഉള്ള വ്യക്തിയാണ്. ഈ പേഷ്യന്റ് ഒരു അകന്ന ബന്ധവുമായിട്ട് അദ്ദേഹത്തിന് ലൈംഗിക ബന്ധം ഉണ്ടെന്നൊക്കെയുള്ള തരത്തിൽ സംശയിക്കുന്നു. വീടിനടുത്ത് താമസിക്കുന്ന സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നു. ഇങ്ങനെയുള്ള പല സംശയങ്ങളും ഭാര്യ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് എന്നിട്ട് സെക്സ് വേണമെന്ന് ആവശ്യപ്പെടും. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന് പറ്റാത്ത അവസ്ഥ വരും. അവിടെ എത്ര കിലോ മരുന്ന് ആ മനുഷ്യന് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഇദ്ദേഹത്തിന്റെ മാനസിക പ്രശ്നങ്ങള്, കുടുംബത്തിലെ പ്രശ്നങ്ങള്, ഭാര്യയ്ക്ക് ചികിത്സ, അതാണ് അവിടെ വേണം. അപ്പൊ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഭാര്യയോടും അഡ്വൈസ് ചെയ്തു, നിങ്ങൾ പോയിട്ട് നിർബന്ധമായിട്ട് ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് ഹെൽപ്പ് എടുക്കണം. അവിടെ തന്നെ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു സൈക്യാട്രിസ്റ്റിനെ പോയി കാണുക. ഒപ്പം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കൂടെ കണ്ടിട്ട് ഈ മാരിറ്റൽ ഡിസ്കോർഡൂടെ പരിഹരിക്കും. അത് രണ്ടും ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു വിട്ടു. അവിടെ മരുന്നല്ല നമ്മൾ കൊടുത്തു, മരുന്ന് കൊടുത്തുകൊണ്ടൊരു കാര്യം ഉണ്ടാവുന്നില്ല. അവിടെ ബേസിക് ഇഷ്യൂ അതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വന്ന മറ്റൊരു പേഷ്യന്റ് അതുപോലെ മറ്റൊരു സ്ഥലങ്ങളിലും മരുന്ന് കഴിച്ചിട്ട് വന്നതാണ്. ടെസ്റ്റുകൾ ചെയ്തപ്പോൾ ഒരു 3 ടെസ്റ്റ് ഒഴികെ ബാക്കിയെല്ലാം നോർമലാണ്. പെനൈൽ സ്കാൻ നോർമലാണ്, എല്ലാം നോർമലാണ്. പക്ഷെ അയാളുടെ HbA1c 12.6 ആണ്. പ്രമേഹത്തിന്റെ 3 മാസത്തെ ആവറേജ് അറിയുന്ന ടെസ്റ്റ് 12.6 ആണ്. റാൻഡം ബ്ലഡ് ഷുഗർ കിട്ടിയത് 460 സംതിങ് ആണ്. ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്ന അവസ്ഥയിൽ. യൂറിനിൽ ഷുഗർ 3 or 4+ ആണ്. അപ്പൊ അത്രയും ഷുഗർ ഉണ്ട്. പക്ഷെ ഈ വ്യക്തിക്ക് ഷുഗർ ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഉദാഹരണത്തിന് മരുന്ന് കഴിക്കുമ്പോൾ ചെറിയ ബെനിഫിറ്റ് കിട്ടും. ഇപ്പം മരുന്ന് തീരെ ഫലിക്കാത്ത അവസ്ഥയിലാണ്. ഇപ്പോഴാണ് ഇവിടേക്ക് വന്നത്. അപ്പൊ പറഞ്ഞ ഡോക്ടറെ നേരത്തെ അറിയാം, പക്ഷെ ഞങ്ങൾ ഇത്രയും ദൂരെ നിന്ന് അവിടെ വരെ വരണം എന്നുള്ള മടി കാരണം അടുത്ത് കാണിച്ചു. അപ്പോൾ സംശയം തോന്നിയുകൊണ്ടാണ് ഇവിടെ തന്നെ വന്ന് ഡോക്ടറെ കാണാമെന്ന് തീരുമാനിച്ചത്. അപ്പൊ നമ്മളത് ഐഡന്റിഫൈ ചെയ്തു. അന്ന് തന്നെ വന്ന ദിവസം തന്നെ ഷുഗറിന്റെ ട്രീറ്റ്മെന്റും തുടങ്ങി. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാതെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. മറ്റൊരു വ്യക്തി കഴിഞ്ഞ ദിവസം വന്നിട്ട് നമ്മൾ ഒരു മരുന്നും കൊടുക്കാതെ വിട്ടു. കാരണം ട്രെഡ്മിൽ ടെസ്റ്റ് പോസിറ്റീവാണ്, ഒരു ഹാർട്ട് അറ്റാക്കിന്റെ സൈൻസ് കാണിക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി പോയി ആൻജിയോഗ്രാം ചെയ്യാം. അപ്പൊ ഇത്തരം രോഗികൾക്കൊക്കെ ഒരു വയഗ്ര കുറിച്ച് കൊടുക്കാൻ എളുപ്പമാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിനെ മറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നും മറ്റുള്ള ചികിത്സകരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അവരുടെ കുറ്റം കൊണ്ടല്ല, മറ്റുള്ള സ്ഥലത്ത് അവരുടെ കുറ്റം കൊണ്ടല്ലാതെ അവർക്ക് അത്രയും തിരക്കുണ്ടാവും. പിന്നെ പലപ്പോഴും അവരുടെ ഫോക്കസ് വേറെ ഒന്നായിരിക്കും. അനവധി കാര്യങ്ങൾ, ഇപ്പോൾ ഒരു യൂറോളജിസ്റ്റോ ആൻഡ്രോളജിസ്റ്റോ ആണെങ്കിൽ തന്നെ അവർ കിഡ്നി സർജറിയും പ്രോസ്റ്റേറ്റ് സർജറിയും മറ്റ് ധാരാളം സർജറികളും മറ്റു കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു സെക്ഷൽ പ്രോബ്ലത്തിന് വേണ്ടി ഇത്രയധികം സമയം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മിനിമം 3 ഡോക്ടേഴ്സ് ഒരു പേഷ്യന്റെ ഒരു തവണയെങ്കിലും കാണുന്ന ഒരു ദിവസം, ചിലപ്പം വീണ്ടും കാണും. അപ്പോൾ 3 മുതൽ 5 വരെ കൺസൾട്ടേഷൻ ഒരു ദിവസം തന്നെ ഒരു പേഷ്യന്റിനെ കാണും. അത്രയും വിശദമായിട്ടുള്ള കാര്യങ്ങളും പരിശോധനകളും മറ്റ് സ്ഥലങ്ങളിൽ സാധിക്കുന്നില്ല. അത് തന്നെയാണ് നമ്മളെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും മറ്റുള്ള ചികിത്സകരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഓക്കെ, എന്തായാലും ശാസ്ത്രീയമായ സമഗ്രമായ ചികിത്സയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന തരത്തിൽ വരുന്ന അപ്പോൾ തന്നെ മരുന്ന് എഴുതി കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് NABH അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കുന്നത്. NABH എന്ന് പറയുന്നത് പേഷ്യന്റ് സുരക്ഷിതത്വവും ഗുണനിലവാരവും മുൻനിർത്തി ആശുപത്രികളെ തരംതിരിക്കുന്ന, ഗ്രേഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സംവിധാനമാണ്. അങ്ങനെയുള്ള NABH അക്രഡിറ്റേഷൻ കിട്ടിയ ഇന്ത്യയിലെ ഏക സെക്ഷൽ മെഡിസിൻ ഹോസ്പിറ്റൽ നമ്മളുടെ ഹോസ്പിറ്റലാണ്. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.